ഇന്ന് നമ്മൾ ഈദ് സ്പെഷ്യലായിട്ട് അറബിക് ഡിഷായ കുനാഫയാണ് ഉണ്ടാക്കുന്നത്. അതിനു മുമ്പേ ആയിട്ട് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിൻ്റെയും ഈദ് മുബാറക്. അപ്പോൾ നമ്മൾ കുനാഫ ഉണ്ടാക്കാനായിട്ട് ഫ്രൈഡ് വേർമിസെല്ലി പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അത് എടുത്തിട്ട് ഫ്രൈ ചെയ്ത വേർമിസെല്ലിയാണ്, പക്ഷെ കുറച്ചും കൂടി കളറ് വേണം. അപ്പോൾ ബട്ടറിലിട്ടിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക, എന്നാലേ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാകുക കഴിക്കാൻ. ഇനി നമ്മൾ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ പഞ്ചസാര 1 കപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഏലക്കാൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് നാരങ്ങേൻ്റെ നീര് ചേർത്ത് കൊടുക്കുക. നാരങ്ങേൻ്റെ നീര് നമ്മൾ ചേർക്കുന്നത് ഈ ഷുഗർ സിറപ്പ് കട്ടയായി പോകാതിരിക്കാനാണ്. അതിനുശേഷം നമ്മൾ ഇതിനെ മാറ്റി വെച്ചേക്കുക. ഇനി നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് 1 കപ്പ് പാലെടുക്കുക. ഇനി അതിൽ നിന്ന് ഇളം ചൂട് പാല് 1/2 കപ്പ് എടുത്തിട്ട് നമ്മൾ കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കി വെക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് പാലിൽ ചേർത്തിട്ടുള്ളത്. ഇനി അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു തുള്ളി മണത്തിന് വേണ്ടിയിട്ട് മാത്രം, അധികമായി പോകരുത്, വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് മിക്സ് ആയതിനു ശേഷം ഒന്ന് തിക്കായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ക്രീം, അതായത് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ നല്ല മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. അത് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലൊരു തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് നമുക്ക് കിട്ടും. ഇതും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി നമ്മളൊരു പാത്രം എടുക്കുക. ഏതിലാണോ നമ്മൾ കുനാഫ ഉണ്ടാക്കുന്നത് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തത് നിരത്തി വെച്ച് കൊടുക്കുക. ഗ്യാപ്പില്ലാണ്ട് വെച്ച് കൊടുക്കുക, തിക്കാക്കി വെക്കുക. ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള പേസ്റ്റ് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക്, അതായത് ചീസൊക്കെ ഇട്ടിട്ടുള്ള ഈ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നിരത്തി കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ വേർമിസെല്ലി ഫ്രൈ ചെയ്തിട്ടുള്ളത് എഗെയിൻ നിരത്തി കൊടുക്കുക. ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് എല്ലാ ഭാഗത്തേക്കും, ചീസൊന്നും പുറത്ത് വരാത്ത വിധത്തിൽ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഇട്ടിട്ട് കവർ ചെയ്തെടുക്കുക. എല്ലാം ഒന്ന് റെഡിയായതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ആൽമണ്ട് ക്രഷ് ചെയ്തതോ നട്ട്സ് ക്രഷ് ചെയ്തതോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇനി പിസ്തയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ പിസ്ത ഒന്ന് പൊടിച്ചിട്ടാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഷുഗർ സിറപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് കുതിർത്തെടുക്കണം. എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് കുറച്ച് നേരം മാറ്റി വെക്കുക, അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അറബിക് ഡിഷായ കുനാഫ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അത്രയും മധുരമാണ് ഇതിന്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. നമ്മൾ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഫാമിലീൻ്റെ ഈദ് മുബാറക്. നല്ല നല്ല റെസിപ്പീസുമായിട്ട് നാളെ കാണാം.